മീനുകളും ഉറങ്ങും. പക്ഷേ നമ്മളെപ്പോലെ അവർ ഗാഢനിദ്രയിലേക്ക് പ്രവേശിക്കുന്നില്ല. ഒരിക്കലും അവർ ബോധം കെട്ടുറങ്ങില്ല. ശരിക്കും അവർ ഉറങ്ങുകയാണെന്ന് പറയാനും പറ്റില്ല. അതൊരുതരം വിശ്രമാവസ്ഥയാണ്. ഈ സമയത്ത് ശരീരത്തിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാകും. മത്സ്യം എവിടെയെങ്കിലും നിശ്ചലമായി നിൽക്കും. ചില മത്സ്യങ്ങൾ പാറകളുടെ ഇടയിലോ പവിഴപ്പുറ്റുകളിലോ മണലിനടിയിലോ അല്ലെങ്കിൽ സസ്യങ്ങൾക്കിടയിലോ ഒളിച്ചിരുന്ന് വിശ്രമിക്കും. മത്സ്യങ്ങൾ വിശ്രമിക്കുമ്പോഴും അവരുടെ കണ്ണുകൾ തുറന്നിരിക്കും. കൺപോളകളില്ലാത്തതിനാൽ അവർക്ക് കണ്ണുകൾ അടയ്ക്കാൻ പറ്റില്ല. ഈ സമയത്ത് മത്സ്യത്തിൻ്റെ പ്രതികരണശേഷി കുറയുന്നു. പക്ഷേ അപകടമാണെന്ന് തോന്നിയാൽ അവർ ഉടനടി നീന്തി രക്ഷപ്പെടും. എന്നാൽ എല്ലാ മത്സ്യങ്ങളും ഒരുപോലെയല്ല ഉറങ്ങുന്നത്. ട്യൂണകളും ഗ്രേറ്റ് വൈറ്റ് ഷാർക്കിനെ പോലുള്ള ചിലയിനം സ്രാവുകളും നീന്തുന്നതിനിടയിൽ തന്നെ ഉറങ്ങുന്നു. ഇത്തരം മത്സ്യങ്ങൾക്ക് ഓക്സിജൻ ലഭിക്കണമെങ്കിൽ വായ തുറന്ന് തുടർച്ചയായി മുന്നോട്ട് നീന്തണം. എങ്കിൽ മാത്രമേ വെള്ളം വായ്ക്കുള്ളിലൂടെ കയറി ചെകിളകളിലൂടെ ഒഴുകൂ. ഒബ്ലിഗേറ്റ് റാം വെന്റിലേഷൻ എന്നാണ് ഈ ശ്വസന രീതി അറിയപ്പെടുന്നത്. ഇത്തരം മത്സ്യങ്ങൾ നീന്തുന്നത് നിർത്തിയാൽ ശ്വാസം മുട്ടി അവ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവർ വിശ്രമിക്കുമ്പോൾ തലച്ചോറിൻ്റെ ഒരു പകുതി ഉണർന്നിരിക്കുകയും മറ്റേ പകുതി ഉറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ നീന്തിക്കൊണ്ട് തന്നെ വിശ്രമിക്കാനും ജാഗ്രതയോടെ തുടരാനും അവയ്ക്ക് സാധിക്കുന്നു. ഇത് യൂണി ഹെമിസ്ഫെറിക് സ്ലോ വേവ് സ്ലീപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നു.